ഇപ്പൊ അടുത്ത് ഉംറക്ക് പോകുന്ന ഒരാളോട് ഉംറക്ക് പോകല്ലേ, ഇനിയെന്താ അവസ്ഥ ചെയ്യേണ്ടത്? യാത്രന്റെ സുന്നത്തായ 2 റക്അത്ത് നിസ്കരിച്ചു, ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലി, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സൂറത്തൊക്കെ ഓതാനുണ്ട്, അതൊക്കെ ഓതി. യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അങ്ങനെയാണ്. യാത്രയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ചില ഓതേണ്ട സൂറത്തൊക്കെ ഓതണം. ഓതി കഴിഞ്ഞ് ദ്വാരന്ന് അവിടെയുള്ള ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കണം. യാത്ര പോകുന്ന ആൾ സ്വതക്ക കൊടുക്കൽ സുന്നത്താണ്. ഇനി ദുബായിലേക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, ജിദ്ദയിലേക്ക് പോകുന്ന ആൾ ശരി, യാത്രക്കാരൻ സ്വതക്ക കൊടുക്കുന്നത് സുന്നത്താണ്. പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ ഹജ്ജിന് പോകുമ്പോൾ അങ്ങനെയാണ്. അന്ന് ചില്ലറയാക്കിയ 2ന്റെ നോട്ട് 1ന്റെ നോട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അത് കാണാനില്ല, അത് വേറെ വിഷയോ. 2ന്റെ നോട്ട് 1ന്റെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാകും. എന്നിട്ട് ആ വന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. മുതിർന്ന ആളുകൾക്ക് ഒരു 10 രൂപ കൊടുക്കും, കുറച്ചുകൂടി ആളുകൾക്ക് 5 രൂപ കൊടുക്കും. 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് അരി കിട്ടും. ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ചെറിയ കുട്ടികൾക്കൊക്കെ 1 രൂപ 2 രൂപ അങ്ങനെ കൊടുത്ത് എല്ലാവർക്കും സ്വതക്ക കൊടുക്കും, കുട്ടികൾക്കടക്കം. എന്നിട്ടാണ് ഹജ്ജിന് പോകുന്ന ആള് വീട്ടിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുക. ഇത് വല്ലാത്തൊരു സന്തോഷമുള്ള യാത്ര. ആ വാഹനത്തിലേക്കാളും കയറി വാഹനം അങ്ങനെ നീങ്ങുമ്പോ വാഹനം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ബാങ്ക് വിളിക്കും. അതും ഒരു സുന്നത്താണ്. അങ്ങനെ ബാങ്ക് വിളിക്കും. ആ സുന്നത്തോടൊക്കെ ചെയ്യും. ഉംറക്ക് പോകാൻ ഇറങ്ങുന്ന ആള് കാര്യങ്ങളൊക്കെ ചെയ്തിറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, ആരെ വീട്ടുകളിൽ ബാപ്പുണ്ട്, ഉമ്മണ്ട്, എന്നാ അവരെ ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈയൊന്ന് പിടിച്ച് മുത്തിക്കോളിന്ന് പറഞ്ഞു, ചുംബിച്ചോളി, സുന്നത്താണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉസ്താദെ മുസാഫത്ത് ചെയ്താ പോരെ, ചുംബിക്കണോന്ന്? ബാപ്പാന്റെ കൈ ചുംബിക്കൽ സുന്നത്താണ്. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പ ആലിമാകണം എന്നില്ല. ബാപ്പാന്റെ കൈ നീ ചുംബിക്കുന്നത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല, ബാപ്പ നിനക്ക് ജന്മം നൽകാൻ നിമിത്തമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ഉമ്മാന്റെ കൈയും നീ പിടിച്ച് ചുംബിക്കണം, ഉമ്മാമ്മയുടെ കൈയും പിടിച്ച് ചുംബിക്കണം, ഉപ്പാപ്പയുടെ കൈയും പിടിച്ച് ചുംബിക്കണം. സാദാത്തുക്കളെ കൈ ചുംബിക്കുന്നത് അവർ അഹ്ലു ബൈത്തിൽ അംഗമായി എന്ന ബഹുമാനം കൊണ്ടാണ്. ഉലമാഇന്റെ കൈ ചുംബിക്കുന്നത് ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ചു എന്ന നിലക്കാണ്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേറെ കാരണങ്ങളുണ്ട്. ബാപ്പക്ക് ഒരു കാരണവും വേണ്ട, ബാപ്പ ബാപ്പായി എന്നുള്ള കാരണം കൊണ്ട് തന്നെ കൈപിടിച്ച് ചുംബിക്കണം. അത് സുന്നത്താണ്, ഒരു പൊരുത്താണ്. ഉമ്മാന്റെ കൈയും പിടിച്ച് ചുംബിക്കണം. യാത്ര പോകുന്ന ആളുകൾക്ക് സുന്നത്താണ്. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്യാ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ മുസ്ലിം സഹോദരൻ പറഞ്ഞു, ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പല്ലല്ലോ. നീതിമാനായ രാജാവിന്റെ കൈ ചുംബിക്കണം, നീ നീതിമാനല്ലല്ലോ. 40 ദിവസം എന്നെ പട്ടിണി കിട്ട, നീ എന്ത് നീതിമാനാ? നിന്റെ കൈ എങ്ങനെ ചുംബിക്കാതാ? അല്ലെങ്കിൽ എന്റെ ഉസ്താദിന്റെ കൈ ചുംബിക്കണം. അത് ഉസ്താദ് എനിക്ക് അക്ഷരം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആ ഉസ്താദ് ഇപ്പൊ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ശരി, അല്ലാത്ത ആളാണെങ്കിലും ശരി, നമ്മളെ പണ്ട് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഇപ്പൊ ആ ഉസ്താദ് ഒരു കച്ചവടക്കാരനാണ്. പക്ഷെ നമുക്ക് ഉസ്താദാണത്. ആ ഉസ്താദിന്റെ അലിഫിന്റെ മേലെയാണ് നമ്മൾ ഇന്നും ഫാത്തിഹ ഓതുന്നത്, ഖുർആൻ ഓതുന്നത്, തക്ബീർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. ആ അക്ഷരക്കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ ഉറപ്പിച്ചു തന്നത് ആ ഉസ്താദാണ്. എപ്പോഴും ആ ഉസ്താദിനോട് ബഹുമാനം വേണം. ആ ഉസ്താദ് ആ മേഖലയിൽ നിന്ന് വിട്ടാലും നമുക്കത് ഉസ്താദാണ്. ബഹുമാനം വേണം, ആദരവ് വേണം. രോഗിയായാൽ സന്ദർശിക്കണം, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കണം, നാട്ടിൽ വരുമ്പോൾ പോയി സന്ദർശിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം, ദാരിദ്ര്യമുണ്ടെങ്കിൽ ഉസ്താദിന് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം. എല്ലാ സ്നേഹപരമായ കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ ഉസ്താദ് മുഅല്ലിം അല്ലെങ്കിലും ശരി, നമുക്ക് ഇൽമു പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിന്റെ അവസാനം വരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ കടപ്പെട്ടവരാണ്. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. ഗുരുനാഥന്മാരെ ബഹുമാനിക്കുന്നത് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടോ അത്ര കണ്ട് അല്ലാഹു നമുക്ക് ഉയർച്ച നൽകും. ഉസ്താദുമാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. മദ്രസയിലെ ഉസ്താദുമാര് അടിത്തറ ഭാഗ്യവരാണ് നമ്മുടെ ഇൽമിന്. അവരാണ് നമ്മുടെ അടിത്തറ ഭാഗ്യവര്. കുറെ നമ്മെ പഠിപ്പിച്ച ഉസ്താദുമാര് പലരും മരണപ്പെട്ടു പോയി. അല്ലാഹുവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ. മുഖറബീങ്ങളിൽ അല്ലാഹു സ്ഥാനം കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരോട് ശുക്റാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, എപ്പോഴും ദ്വാരക്കണം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് ഇൽമു പഠിപ്പിച്ചെന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരൊറ്റ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ ചെയ്യാതെ ഒരൊറ്റ നിസ്കാരവും ഇല്ല. ഞാൻ ഏത് ഫർദ് നിസ്കരിച്ചിട്ടുണ്ടോ, സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ,
ഉസ്താദായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ദുആ നടത്തിയിട്ടല്ലാതെ ഒരൊറ്റ നിസ്കാരവും നിർവഹിച്ചിട്ടില്ല. ബാപ്പ ഉമ്മക്ക് എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ ദുആകളിലും ബാപ്പാനെ ഉമ്മാനെ ഉൾപ്പെടുത്തണം. അവരെ മറന്നിട്ടൊരു ദുആ പറ്റൂല. ഉസ്താദുമാരെ ഒഴിവാക്കിയൊരു ദുആ പറ്റൂല. നമ്മുടെ ജീവിതത്തിന്റെ അവലംബങ്ങളാണ്, വിജയത്തിന്റെ നെടുന്തൂണുകളാണിവര്. ഇരിക്കട്ടെ, ഈ മുസ്ലിം പറയുന്നു, ഞാനൊന്നുകിൽ കൈ ചുംബിക്കേണ്ടത് ബാപ്പാന്റെ കൈയല്ലേ, നീ എന്റെ ബാപ്പയല്ല, നീതിമാനായ ഭരണാധികാരിന്റെ കൈയല്ലേ. 40 ദിവസം എന്നെ പട്ടിണിക്കിട്ട നിനക്കെന്ത് നീതിയാണ്? നിന്റെ കൈ ചുംബിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ നീ എന്റെ ഉസ്താദാകണം, നീ ഉസ്താദല്ലല്ലോ, പിന്നെങ്ങനെ കൈ ചുംബിക്കാനാ? സുബ്ഹാനല്ലാഹ്. അപ്പ പറഞ്ഞു, പിന്നെ എന്റെ കൈ ചുംബിക്കണില്ലെങ്കിൽ എന്നാ പിന്നെ എന്റെ നെറ്റിയിൽ നീ ഒന്ന് ചുംബനം നടത്തിക്കോ. നിന്റെ നെറ്റിയിൽ വേണമെങ്കിൽ ഞാനൊരു ചുംബനം നടത്താം, പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് എന്റെ കൈയിന്റെ മേലെ ഞാൻ അങ്ങ് ചുംബിക്കാം. ഡയറക്റ്റായി നിന്റെ നെറ്റിക്ക് ചുംബിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈമാനില്ലാത്ത നിന്റെ നെറ്റിക്ക് എന്തൊരു ബഹുമാനമാണ്. എന്റെ കൈ നിന്റെ നെറ്റിന്റെ മേലെ വെച്ചിട്ട് ഞാനങ്ങ് ചുംബിക്കാം. അങ്ങനെങ്കിലും എന്റെ കൂടെയുള്ള ആളുകളെ തടവറയിൽ നിന്ന് നീ വിട്ടുതരുമല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം അതാ എന്നാ നീ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. നെറ്റിന്റെ മേലെ കൈവച്ചു. അങ്ങനെ ആ കൈ ചുംബിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, അതേ ചുംബിക്കാൻ കൈയിന്റെ മേലേക്ക് കൊണ്ടുപോകുമ്പോ, അല്ലെങ്കിൽ നീ ചുംബിക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ മുസ്ലിമിനെയും കൂടെയുള്ള തടവുകാരെയും വിട്ടുകൊടുത്തിട്ട് അവർക്ക് ധാരാളം സമ്മാനം കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് റോമിലെ രാജാവിന്റെ വക ഒരു എഴുത്ത്. എന്താണ് ആ എഴുത്തിലുള്ളത്? ലൗ കാന ഹാദർ റജുലു ഫീ ബിലാദിനാ അലാ ദീനിനാ ലകുന്നാ നഅതഖിദു ഇബാദതഹു. ഉമർ തങ്ങളെ, നിങ്ങളെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കിയ ഒരൊറ്റ വ്യക്തിയുണ്ട്. ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വറച്ചട്ടിയിൽ ശരീരം ഒന്നുമാകാതെ ബിസ്മി ചൊല്ലിയിട്ട് രക്ഷപ്പെട്ട വ്യക്തിയാണ്. 40 ദിവസം പട്ടിണിക്കിട്ടിട്ട് മുന്നിൽ 1-ാം നമ്പർ ഹംറും അതുപോലെ പന്നീർച്ചയും കൊടുത്തിട്ട് ഒന്നും കളിക്കാതെ പട്ടിണി കിടന്നിട്ട് നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഒരൊറ്റ ആള് നമ്മുടെ നാട്ടിലുണ്ടോ? അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ നമ്മൾ ചേർന്നു പോകും. നമ്മൾ ആ ആരാധന ശരിയായി വെച്ചുകൊള്ളും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അതാ ഈ മുസ്ലിം സംഘം മൊത്തം അങ്ങോട്ട് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, സമ്പത്ത് നിനക്ക് മാത്രം പോരാ, ഒരുപാട് സമ്പത്ത് റോമിലെ രാജാവ് തന്നിട്ടുണ്ടല്ലോ, മദീനയിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കൂ. സുബ്ഹാനല്ലാഹ്. ആ ആളുകൾ മദീനയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം ആ സമ്പത്ത് വീതം വെച്ചു കൊടുത്തു. ഈമാനിൽ വിജയിച്ചത് കൊണ്ട് സമ്മാനമാണ് കിട്ടിയത്. സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിന്നപ്പോ അവര് വിജയിച്ചു പോയി. ഈമാനിൽ ഉറച്ചു നിന്ന ആളുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അവരെ കയ്യൊഴിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ചു നിൽക്കണം. ഈമാനിനൊരു മാറ്റവും ഉണ്ടായിക്കൂടാ. രണ്ടാമതായി ഒരു കാര്യം പറയട്ടെ, ഈമാന് മാത്രം പോരല്ലോ, സുഹൃതങ്ങളും കൂടെ വേണം, സൽക്കർമ്മങ്ങളും കൂടെ വേണം, നല്ല അമലുകളും കൂടെ വേണം. സുബ്ഹാനല്ലാഹ്. അമലുകളാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട മാർഗം. ഈമാന് മാത്രം പോരാ. അമലുകൾ കുറഞ്ഞു പോകരുത്. ധാരാളം അമല് ചെയ്യണേ. ഭരണാധികാരികൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? എന്തിനാണ് അറസ്റ്റ് എന്നറിയുമോ? ഭരണം ഏറ്റെടുക്കാത്തതിന്റെ പേരിലാണ്. ഇപ്പോഴൊക്കെ ആൾക്കാർ ഭരണം ഏറ്റെടുക്കാൻ എല്ലാവരും പത്രയേറ്റ് മുന്നോട്ട് ഇല്ലല്ലേ?
നിങ്ങൾ വിളിച്ചൊക്കെ ഒന്ന് അനൗൺസ് ചെയ്തൊക്കെ മൈക്കിൽ എത്ര ആള് മുന്നോട്ട് വരും. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിന് പറ്റും. എനിക്ക് ഇംഗ്ലീഷ് അറിയും, മലയാളം അറിയും, കോടതി അറിയും, നിയമം അറിയും, ഒക്കെ അറിയും. ആണും വരും പെണ്ണടക്കം വരൂലേ ഭരണേറ്റെടുക്കാന്. എന്താ അബൂ ഹനീഫ നിങ്ങൾ ഭരണേറ്റെടുക്കാത്ത? ഇസ്ലാമിന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ട് ഭരണം വലിയൊരു തലവേദനയാണ്. ഒരൊറ്റ മെമ്പർക്ക് എന്തെങ്കിലും വിഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനടക്കം ജവാബ് പറഞ്ഞിട്ടല്ലാതെ കാല് മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ലല്ലോ. ഭരണം വലിയ തലവേദന പിടിച്ച സംഗതിയാണ്. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരികൾ അടിക്കുകയാണ്, ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. മുഖത്തിന്റെ ഭാഗത്തുകൂടെ ചോരങ്ങനെ ഒഴുകുന്നു. ഇമാമുൽ ആദം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നെ എത്ര അടിച്ചാലും, നിങ്ങളെ അടിയേറ്റിട്ട് മരിക്കേണ്ടി വന്നാലും ഭരണം ഏറ്റെടുക്കൂല. കാരണം ഭരണവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് അത് ചില്ലറ ഹദീസുകളല്ല, ചെറിയൊരു കാര്യമല്ല. ഞാനത് ഏറ്റെടുക്കൂല. മഹാനവറുകളെ ജയിലിലടച്ചു ഭരണകർത്താക്കള്. ജയിലിലടച്ചപ്പോഴും മഹാനവറുകൾ ദുഃഖിച്ചിരിക്കുകയല്ല. എനിക്ക് അല്ലാഹു തആല താമസിക്കാൻ തരുന്നത് ജയിലാണോ? ജയിലിൽ വെച്ചും എന്റെ ഇബാദത്തിന് കോട്ടം സംഭവിച്ചുകൂടാ. ഉമ്മമാരെ, ജയിലിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ജയിലിൽ വെച്ചാണ്. മരിക്കാൻ സമയം അടുത്തെന്ന് മഹാനവറുകൾക്ക് തോന്നിയപ്പോ നേരെ പോയി ഉളു എടുത്തിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് വന്ന് മഹാനവറുകൾ കൈകെട്ടിയിട്ട് നേരെ നിസ്കാരത്തിൽ സുജൂദിലേക്ക് നെറ്റിവെച്ചപ്പോ കുറെ നേരം കഴിഞ്ഞിട്ടും സുജൂദിൽ നിന്ന് നെറ്റിയെടുക്കാത്തത് കണ്ടപ്പോ ആളുകൾ വന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളെ നെറ്റി ഉയർത്തിയപ്പോ സുജൂദിൽ തന്നെ നെറ്റിവെച്ച് അല്ലാഹുവിലേക്ക് നീങ്ങിപ്പോയി. ആ സുജൂദിൽ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ജയിലിൽ താമസിച്ച സമയത്ത് ഇമാമുൽ ആദം തങ്ങൾ ഓതി തീർത്ത ഖുർആനിന്റെ ഖത്ബ് ജയിലിലുള്ള ആളുകളൊന്ന് എണ്ണി കണക്കാക്കി നോക്കുമ്പോ നെറ്റിവെച്ച സ്ഥലത്ത് വെച്ച് ഇരുന്നോദിയ ഖുർആൻ 7000 ഖത്മാണ്. സുബ്ഹാനല്ലാഹ്, അമൽ കുറഞ്ഞു പോകരുത്. ഫർളും സുന്നത്തുമായ അമൽ നന്നായി സ്വീകരിക്കണം. ഈമാനിന് ഏറ്റവും താങ്ങും തണലുമായി നിൽക്കുന്നത് അമലാണ്. ഈമാന് പറഞ്ഞിടത്തൊക്കെ അല്ലാഹു ഖുർആനിൽ അമലും പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ അമല് ധാരാളം ചെയ്യേണ്ട വിഭാഗമാണ്. എന്തിനാണെന്നറിയോ ഉമ്മമാരെ? പൂർവീകര് കണ്ടിട്ടില്ലാത്ത ഒരുപാട് സുഖങ്ങള് നമ്മൾ കൈക്കലാക്കി പോയി, നമ്മൾ അനുഭവിച്ചു പോയി. ഈ നാട്ടിലേതെങ്കിലും ഒരു വീട്ടില് വൈദ്യുതി ലഭിക്കാത്തതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. നമ്മുടെ ഉമ്മാമ്മമാര് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വീടിന്റെ പുറത്തുള്ള കിണറ്റിന്റെ ആഴിയിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഓരോ ദിവസവും 150 200 ലിറ്റർ വെള്ളപ്പാത്രത്തിൽ നിറച്ചവരല്ലേ? ഒരൊറ്റ ദിവസം വെള്ളപ്പാത്രത്തിൽ 200 ലിറ്റർ വെള്ളം കുടുംബത്തിന് വേണ്ടി ഒരു ഉമ്മയും പെങ്ങളും കോരി നിറച്ചാൽ ആ ടൈമിൽ ചെയ്ത സേവനം മുഴുവനും സ്വർഗത്തിലേക്കുള്ള അമലല്ലയോ? ഓരോ തുള്ളി വെള്ളവും അവര് കോരിയെടുത്തത്, മുക്കിയെടുത്തത് സ്വർഗത്തിലേക്ക് സ്ഥാനം കിട്ടുന്ന വലിയ അമലല്ലയോ? നമുക്ക് ആധുനിക സൗകര്യങ്ങളുടെ പേരിൽ ആ വലിയ അമലില്ലല്ലോ. ഒന്ന് സ്വിച്ച് ഓൺ ചെയ്താൽ വെള്ളം മുന്നിലെത്തിപ്പോയി, മറ്റൊരു ബട്ടണമർത്തിയാൽ തേങ്ങ അരച്ചുപോയി, വേറൊരു ബട്ടണമർത്തിയാൽ അതേ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഭക്ഷണം പാചകം വരെ ബട്ടണമർത്തുന്നതിലൂടെ
വേവുന്ന സ്വഭാവം വരെ മനസ്സിലാക്കിപ്പോയി. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല ഏറെ തരുമ്പോഴും നമ്മളെ ഭാഗത്തുനിന്ന് നന്ദി കുറഞ്ഞുകൂടാ. സൗകര്യങ്ങളുള്ള വീട്ടിൽ താമസിക്കുന്ന നമുക്ക് സുന്നത്ത് നിസ്കാരമില്ലേ? സുന്നത്ത് നിസ്കാരം കുറഞ്ഞുകൂടാ. ഫർള് നിസ്കാരം മാത്രം പോര കേട്ടോ, സുന്നത്തായ അമല് ധാരാളം വേണം കേട്ടോ. ഉമ്മമാരെ, നമ്മുടെ വീടൊക്കെ നോക്കുമ്പോ ഒരു സ്വർഗത്തിന്റെ മോഡലല്ലേ? സുബ്ഹാനല്ലാഹ്. വല്ലിപ്പമാരും വല്ലിമ്മമാരും ജീവിച്ച ഭവനങ്ങള്, പൂർവകാലത്തുള്ള ആളുകൾ ജീവിച്ച ഭവനങ്ങള്, എന്തെങ്കിലും സൗകര്യങ്ങൾ ആ വീട്ടില് പറയാറുണ്ടോ? ഒരു കട്ടില് വരെ ഒരാൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ? ഏറിപ്പോയാൽ രണ്ടാൾക്ക് കിടക്കാൻ പാകത്തിലല്ലേ? ഇന്ന് 4 ആൾക്ക് കിടക്കാനും പാകത്തിൽ കട്ടിലുണ്ടല്ലോ. 10 ആൾക്ക് വിരിക്കാൻ പറ്റിയ പായയുമുണ്ടല്ലോ, വിരിപ്പും പുതപ്പുമുണ്ടല്ലോ. ഈ സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല തന്നത് ഏറെ ശുക്ർ ചെയ്യാനാ. അമലൊട്ടും കുറച്ചുകൂടാ. മഹാന്മാർക്ക് മരണത്തിന്റെ ശേഷം സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ അവർ കണ്ടത്. അതിന് കാരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് തന്നെ ജീവിതകാലത്ത് സമ്പാദിച്ച അമലാണ്. ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇബാദത്ത് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നിയ മഹാനാണ് ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ആ മഹാനുഭാവൻ എന്റെ വീട്ടിലായിരുന്നു. ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയാ, എന്റെ വീട്ടിലായിരുന്നു കുറെക്കാലം താമസിച്ചിരുന്നത്. ഇബാദത്ത് ഇങ്ങനെ കാണുമ്പോ എന്തൊരു സൗന്ദര്യാന്നറിയോ? പകല് നോമ്പ്, രാത്രി ഒരു പേരിന് ശരീരത്തെ നുണയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഉറങ്ങി എന്നൊക്കെ പറയാ. 2-3 മണിക്കൂറൊന്നും ഉറങ്ങിയിട്ട് നോക്കുമ്പോ കാണാ മഹാനവറുകൾ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, കരയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ജമാഅത്തിന് സുബൈക്ക് പോകും. പകല് സമയത്താണെങ്കിൽ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെയും മദീന പള്ളിയിൽ ഉണ്ടാകും, ദർസ് പഠിക്കാനും ഇൽമു കേൾക്കാനും. ഇങ്ങനെ അങ്ങോട്ട് ജീവിതം ഇബാദത്തിലായി മാത്രം കൊണ്ട് മുഴുകിയ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹു എന്റെ വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് ഉമ്മുൽ അലാ ബീവി പറയുന്നു, മഹാനവറുകൾ വഫാത്തായി പോയി. വഫാത്തായി കിടക്കുന്ന ആ ജനാസയുടെ അടുത്തേക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ട് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞു, അമ്മാ ഷഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്. ഓ ഉസ്മാൻ ബിൻ മൽഊൻ തങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യം, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ്, ലഖദ് അക്രമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ ആദരിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു നിങ്ങൾക്ക് ബഹുമാനം നൽകിയിട്ടുണ്ടല്ലോ എന്നൊരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, ഉമ്മുൽ അലാ വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, ഈ സ്വഹാബിക്ക് അല്ലാഹ് ബഹുമാനം കൊടുത്തു എന്ന് നിങ്ങൾക്ക് ആരാ വിവരം തന്നത്? ഈ സ്വഹാബിക്ക് അല്ലാഹ് ബഹുമാനം കൊടുത്തു എന്ന് നിങ്ങൾക്ക് അറിവ് തന്നതാരാ? ഉമ്മുൽ അലാ ബീവി പറയാണ്, ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. രാവും പകലും ജീവിതം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ, എന്റെ കാര്യത്തെ പറ്റി തന്നെ എനിക്ക് വിധി എഴുതാനൊക്കില്ല. പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഇനി ഞാൻ ഒരാളെയും മദ്ഹ് പറയൂല, പൊക്കി പറയൂല.
നിങ്ങൾക്കാരാ വിവരം തന്നത് എന്ന് അള്ളാന്റെ റസൂല് ചോദിച്ചതോടെ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ ഒരാളെയും അങ്ങനെ ഉയർത്തി പറയാറില്ല. എന്നാലും എന്റെ മനസ്സിലൊരു സങ്കടം, ഞാൻ ഇത്രയും ബഹുമാനത്തോടെ കണ്ട ഒരു മഹാനെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതിന് നിങ്ങൾക്ക് എവിടുന്നേ വിവരം കിട്ടിയെന്ന് അള്ളാന്റെ റസൂല് എന്നോട് ചോദിച്ചില്ലേ? ഞാൻ ആ മഹാന്റെ ജീവിതം ശരിക്ക് കണ്ടതാണല്ലോ. അന്ന് മഹാനവറുകളെ ഖബറടക്കിയ ശേഷം രാത്രി സമയത്ത് ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല സുസ്മേരവദനായി സന്തോഷത്തോടെ പച്ചത്തോപ്പുകളിലൂടെ മഹാനവറുകൾ അങ്ങനെ നടക്കുന്നത് സ്വപ്നത്തിൽ ദർശിച്ചപ്പോ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞു, നബിയേ, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ പൂർണ്ണ വസ്ത്രം ധരിച്ച് പച്ചപ്പുള്ള സ്ഥലത്തുകൂടെ സന്തോഷത്തോടെ നടക്കുന്നത് കണ്ടുപോയി നബിയേ. ഉമ്മുൽ അലാഏ, നിങ്ങൾ കണ്ടത് ശരിയാണ്. ആ കണ്ട സൗന്ദര്യമില്ലേ, അത് ജീവിതത്തിലെ അമലാകുന്നു. അതുകൊണ്ട് ഉമ്മമാരെ അമല് കുറക്കരുത്, ചെറുപ്പക്കാരെ അമല് കുറക്കരുത്. ഖുർആനുമായി ആത്മീയ ബന്ധം നമ്മൾ കൂടുതലാക്കണം. ഒരു മാസക്കാലം വലിയ ബന്ധമുണ്ടായിരുന്നില്ലേ? പെരുന്നാളോട് അത് ഉപേക്ഷിച്ചോ? പറ്റില്ല കേട്ടോ. എല്ലാ ദിവസവും ഖുർആനുമായി ആത്മബന്ധം വേണം, ഖുർആനുമായി വലിയ ബന്ധം വേണം. ഖുർആൻ നാളെ ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്നൊരു കിതാബാണ്, തിരിച്ചറിയുന്നൊരു ഗ്രന്ഥമാണ്. അതിനെ ഓതിയവർക്കും അതിനെ ബഹുമാനിച്ചവർക്കും വലിയ ബഹുമാനം ഖുർആൻ വാങ്ങിത്തരുന്നത് പാരത്രിക ലോകത്താണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എപ്പോഴും കൂടെ പിടിക്കണം, ഖുർആൻ എപ്പോഴും തുറന്നു ഓതണം. മുസ്ഹഫ് നമ്മുടെ ഏറ്റവും നല്ല കണക്ഷന് കാരണമാകണം. അള്ളാഹുവിന്റെ ഖുർആൻ നന്നായി ഓതണം. ഉമ്മമാരെ, നഫീസ റളിയല്ലാഹു അൻഹാ അവസാനവും ഖുർആൻ ഓതിയിട്ടല്ലേ വഫാത്തായത്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അങ്ങനെയല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? ഷാഫി ഇമാം തങ്ങൾ ഖുർആൻ കേട്ടിട്ടല്ലേ വഫാത്തായത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖുർആനുമായി വലിയ ആത്മബന്ധം പുലർത്തിയിട്ട് അമലുകൾ വർദ്ധിപ്പിക്കണം. നിത്യേന ഓതേണ്ട സൂറത്തുകളില്ലേ? സൂറത്തുൽ വാഖിയയും തബാറകയും സൂറത്തു സജദയും അർ-റഹ്മാനും, അതൊക്കെ സൂറത്തു ദുഖാനും സബുൽ മുൻജിയാത്ത് എന്നും പതിവാക്കണം. അതേ, ഖുർആനുമായി എത്ര വലിയ കണക്ഷൻ കൂടുതലുണ്ട്, അത്ര വലിയ കണക്ഷൻ നമ്മോട്, അത്ര വലിയ പരിചയം വാനലോകത്തുള്ള മലക്കുകൾക്ക് അധികം കിട്ടും കേട്ടോ. ഇവിടെ ഖുർആനുമായി നല്ല ബന്ധമുണ്ടോ? ജനങ്ങളെക്കാളും നമ്മെ പരിചയമുള്ളവര് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരാണ്. അതുകൊണ്ടല്ലേ മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു മഹാനവർകൾ വഫാത്തായപ്പോ അതേ 10,000 മലക്കുകള് കൂട്ടം കൂട്ടമായി ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അല്ല മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മലക്കുകൾ പറഞ്ഞു, ഉണ്ട് നബിയേ. വാനലോകത്തുള്ള മുഴുവൻ മലക്കുകൾക്കും മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നന്നായി അറിയാം. എങ്ങനെയെന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ. അപ്പൊ പറഞ്ഞു, ഒരു ദിവസം ഏറ്റവും അധികം ഭൂമിയിൽ നിന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് വാനലോകത്തേക്ക് അതിന്റെ ആ ഒരു സൗന്ദര്യം, അതിന്റെ ആ ഒരു ശബ്ദം, അതിന്റെ ആ ഒരു സുഗന്ധം മുആവിയ റളിയല്ലാഹുവിൽ നിന്നാണ് അടിച്ചു വീശുന്നത്. ഏറ്റവും അധികം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്ന മഹാനാണ് മുആവിയത്ത് ബിനു മുആവിയ റളിയല്ലാഹു അൻഹു. അവര് വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ ഇല്ല, നബി തങ്ങൾ തബൂക്കിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു,
ജനാസ നിസ്കരിക്കാൻ ഇറങ്ങിയ മലക്കുകളെ കാണണോ മദീനത്ത്? മദീന എങ്ങനെ തബൂക്കിലേക്കൊന്നിങ്ങനെ ചുരുട്ടി കൊടുത്തു. എന്നിട്ട് ആ സ്വഹാബിന്റെ ജനാസക്ക് നബി തങ്ങൾ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 50,000 മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാ. അവർക്കൊക്കെ എങ്ങനെയാ മുആവിയ റളിയല്ലാഹു അൻഹു പരിചയം? ഒറ്റ കാരണം കൊണ്ടാണ്, ഖുർആനുമായുള്ള വലിയ ബന്ധം. അതുകൊണ്ടല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിത്യേന ഓതൽ ഏറ്റവും അധികരിപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനവറുകൾ എണ്ണം പറഞ്ഞത് 200 ഫത്ഹുൽ മുഈനിലൂടെ. 200 പ്രാവശ്യം ദിനേന ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിന് ഇത്ര തോന ടൈമൊന്നും വരൂല. 2 മിനിറ്റ് വാച്ചിലേക്ക് നോക്കിയിട്ടൊന്ന് ഇഖ്ലാസ് സൂറത്ത് ഓതി നോക്കി, എത്ര ഓതി തീരുന്നറിയും? ആകെ 4 ആയത്തല്ലേ ഉള്ളൂ. പെട്ടെന്ന് 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 ഓതി തീരും. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 40 വീതം ഓതിയാൽ 200 എണ്ണാകൂലേ? 200 എണ്ണാകും. വളരെ എളുപ്പല്ലേ? നിസ്കാരം കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോ കൈവരൽ അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ ഓതിയാൽ മതി. പുരയിലെത്തുമ്പോഴേക്കും 40 ഓതി തീരും. പെട്ടെന്ന് ഓതി തീരും. നിസ്കാരക്കുപ്പായൊന്ന് മാറ്റിയിട്ട് ഒന്ന് അടുക്കളയിലേക്കൊന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കയ്യിൽ എണ്ണം പിടിച്ച ഉമ്മമാരെ 40 എണ്ണം എണ്ണിത്തീരും. വലിയ പ്രയാസമൊന്നുമില്ല. പതിവായി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്താണ്. അത് അധികം ഓതിയപ്പോഴാണ് ഇത്രയും മലക്കുകൾ ജനാസ നിസ്കാരത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങിയത്. തബൂക്കിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗം കാണുകയാണ്. ജനാസ നിസ്കാരത്തിന് തങ്ങൾ നേതൃത്വം നൽകി. ഖുർആനുമായുള്ള ബന്ധം, വാനലോകത്തുള്ള മലക്കുകൾ വലിയ പരിചയം അവർക്ക് നമ്മെ കുറിച്ച് കിട്ടുന്ന ഒരു ബന്ധമാണ്. ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ഈ ചുരുങ്ങിയ ആയുസ് അല്ലാഹുവിന്റെ മാർഗത്തിലായി പൊരുത്തത്തിലായി ചെലവഴിക്കണം. റബ്ബ് തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മൾ ശീലിക്കണം. മുഅക്കദായ ഒറ്റ സുന്നത്ത് നിസ്കാരവും നമ്മൾ ഒഴിവാക്കരുത്. കഴിവിന്റെ പരമാവധി ദുഹാ നിസ്കാരം ശീലമാക്കണം. ആത്മജ്ഞാനികൾ പറഞ്ഞില്ലേ, സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്ത് കിട്ടുന്നതിന് നിമിത്തമാകുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന പലരും ഉണ്ട്. കടബാധ്യതകള്, കച്ചവടം ശരിയാകണില്ല, ജോലി ശരിയാകണില്ല. കുറെ ജോലിക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് ആദ്യം 2 ആഴ്ച നിൽക്കും, പിന്നെ 1 മാസം നിൽക്കും, പിന്നെ അത് വേണ്ടാന്ന് നോക്കും. വലിയ ബുദ്ധിമുട്ടാണ്. എത്ര കിട്ടിയാലും തികയില്ല. സാമ്പത്തിക രംഗത്ത് വലിയ ബറക്കത്തുണ്ടാകാൻ വലിയൊരു സബബാണ് ദുഹാ നിസ്കാരം. 8 റക്അത്ത് നിസ്കരിക്കുന്ന ആലിമീങ്ങളുണ്ട്. ഒരു 2 നമ്മൾ നിസ്കരിക്കണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജോലിക്ക് പോകുന്ന നേരമാകുമ്പോ സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്ക് ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. മക്കയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 8 റക്അത്ത് ദുഹാ നിസ്കരിച്ചു എന്നല്ലേ ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തത്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചല്ലേ തങ്ങൾ നിസ്കരിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരു 2 നമ്മൾ നിസ്കരിച്ചാൽ അത് വലിയ ബറക്കത്തുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് വലിയ ബറക്കത്ത് നമ്മുടെ സാമ്പത്തികമായ രംഗത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിലുള്ള നൂറാനിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ, ഖബറിലുള്ള വലിയ പ്രകാശം ഉദ്ദേശിക്കുന്ന ആളുകൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണം. ഫലറക്അതാനി മിനസ് സ്വലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമംബലാ. രാത്രിയിലുള്ള 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമാകുന്നൊരു സമയമെങ്കിലും കണക്ക് കൂട്ടി കഴിയണം. സുബ്ഹി വാങ്ങ് കൊടുത്തിട്ട് എഴുന്നേൽക്കാൻ കാക്കരുത്. അതിന്റെ മുമ്പ് ഒരല്പം മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് പതിവാക്കിയാൽ ഒറ്റക്ക് കിടക്കുന്ന ഒരു ജീവിതം നമുക്കൊക്കെ വരാനുണ്ട്. ആരും തുണക്കവിടെ കൂട്ടിനില്ലല്ലോ. ദുനിയാവിൽ ഊണിലും ഉറക്കത്തിലും കൂട്ടിലുള്ള കൂട്ടുകാരനാണെങ്കിലും നമ്മളവിടെ ഒറ്റപ്പെട്ടു പോയി. ഏത് വലിയ സ്ഥാനമുള്ള ആലിമും കിടക്കേണ്ടത് ഒറ്റക്കല്ലേ.
എത്ര വലിയ സ്ഥാനമുള്ള ജനനേതാവും അവിടെ ഒറ്റക്കല്ലേ. നമുക്ക് സ്പെഷ്യലായൊരു വിരിപ്പ് അവിടെ വിരിച്ചു തരുന്നില്ലല്ലോ. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള വിരിപ്പല്ലേ. അതല്ലേ മണ്ണിന്റെ വിരിപ്പ്. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള തലയിണയല്ലേ. അതല്ലേ കളിമണ്ണിന്റെ തലയണ. സുബ്ഹാനല്ലാഹ്. ആ കഷ്ണം കണക്കാക്കിയ തുണിയില് നമ്മളവിടെ പൊതിഞ്ഞ രൂപത്തിൽ കിടക്കുമ്പോ ആ ലോകത്ത് വലിയ സന്തോഷത്തിനും വലിയ വെളിച്ചത്തിനും വലിയ നിമിത്തമാണ് ഈ നിസ്കാരമെന്ന് നിസ്കരിച്ച് അനുഭവിച്ച മഹാന്മാര് വരെ പറഞ്ഞില്ലേ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം കണ്ട ശിഷ്യന്മാരോട് ഉസ്താദേ എങ്ങനെയുണ്ട് ഹാലെന്ന് ചോദിക്കുമ്പോ ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനാണ്, ഒരുപാട് വാള് പറഞ്ഞ മഹാനാണ്. മഹാനവർകൾ പറഞ്ഞു ത്വാഹത്തിൽ കല്ലിഷാറാത്ത് വഫനിയത്തിൽ കല്ലിബാറാത്ത്. എന്റെ മുഖപ്രസംഗങ്ങളൊക്കെ തീർന്നുപോയി. ഞാൻ ഒരുപാട് സൂചനകൾ പഠിപ്പിച്ചതൊക്കെ പോയി. അന്തിപ്പാതിര നേരത്ത് നിസ്കരിച്ച ചില്ലറ റക്അത്തുകളല്ലാതെ നമുക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ മുഴുവനും തഹജ്ജുദ് നിസ്കരിച്ചവരാണ് ഉമ്മമാരെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 റക്അത്ത് വിത്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാറില്ലേ, അവിടുത്തെ കൈകൊണ്ട് എന്റെ ശരീരത്തിലൊന്ന് ഞെക്കും, തുണിയുള്ള ഭാഗത്ത് തങ്ങളൊന്ന് അമർത്തും, ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ഞാനും തഹജ്ജുദ് നിസ്കരിക്കും. കുറച്ച് ദ്വാരന്ന് കഴിയുമ്പോഴേക്ക് സുബഹിന്റെ വാങ്ക് വിളിച്ചുപോയി. തങ്ങൾ എത്രയോ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, എന്നാലും ഞങ്ങൾ നിസ്കരിക്കാതെ തങ്ങൾ വിടാറില്ല. തഹജ്ജുദിന്റെ നേരം നോക്കിയിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട്. 10 വീട് തങ്ങൾ വിളിച്ചുണർത്താറുണ്ട്. 9 ഭാര്യമാരുടെ വീടും മരുമകനും മകളും താമസിക്കുന്ന വീടും തഹജ്ജുദിന് വിളിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. നമ്മളെ സൗകര്യമുള്ള വീടല്ല കേട്ടോ അത്. നമുക്ക് വിളിക്കാനും ഉണരാനും സൗകര്യങ്ങൾ ഏറെയുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ നിസ്കാരവും ഒരു മാസക്കാലം പതിവാക്കിയവര് നിർത്തിപ്പോയോ? നിർത്താനായിട്ടില്ല. എന്നും പതിവായി കൊണ്ട് നടക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അമലുകൾ വർദ്ധിക്കാൻ പറ്റുന്നിടത്തൊക്കെ ശരീരത്തിന്റെ പിശുക്ക് മാറ്റിയിട്ട് കർമ്മരംഗത്ത് സജീവമാകണം. എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബ് ചൊല്ലണം, എല്ലാ ദിവസവും സ്വലാത്തുകൾ ചൊല്ലണം, എല്ലാ ദിവസവും അദ്കാറുകൾ ചൊല്ലണം, എല്ലാ ദിവസവും ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ ചെയ്തുകൊണ്ട് അമലിന്റെ കിതാബ് നമ്മൾ കഴിവിന്റെ പരമാവധി നിറക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓരോ അമലിനും അല്ലാഹു തആല ഇഖ്ലാസ് ഏറ്റിത്തരട്ടെ. നമ്മുടെ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ബറക്കത്തിന് വേണ്ടി ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായ താബിഉകൾ, അവരുടെ ശിഷ്യന്മാരായ തബഉ താബിഉകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് ഒരടിമയെ ജോലിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോ അടിമ വിളിച്ചു കൊണ്ടുപോകുന്ന യജമാനനോട് പറയുന്നത്, നിങ്ങൾ എന്നെ തൊഴിലാളിയായി കൊണ്ടുപോകുന്നതിന് വിരോധമില്ല, പക്ഷേ 3 ഷർത്ത് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കണം. എന്താ ഷർത്ത്? ഒന്നാമതായിട്ട് നിസ്കാരത്തിന്റെ സമയം വന്നാൽ
പിന്നെ എനിക്ക് നിസ്കരിക്കാൻ ചാൻസ് തരണം, എന്നെ പിന്നെയും ജോലി എടുപ്പിക്കരുത്. രണ്ടാമതായിട്ട് എന്ത് വേല എനിക്ക് തരികയാണെങ്കിലും പകലിലെ വേല തരാവൂ, രാത്രി ഒരു ജോലിയും എന്നെ ചെയ്യിപ്പിക്കാൻ പാടില്ല. മൂന്നാമതായിട്ട് എനിക്ക് വിശ്രമിക്കാൻ തരുന്ന വീട്ടില് ആരും തന്നെ പ്രവേശിക്കരുത്, എന്റെ റൂമില് ഞാനേ പ്രവേശിക്കാവൂ. എന്റെ റൂമിലേക്ക് നിങ്ങളോ നിങ്ങളെ മക്കളോ നിങ്ങളെ ഭാര്യയോ ആരും വന്നുകൂടാ. ഈ അടിമനെയും യജമാനൻ കൊണ്ടുപോയി 3 ഷർത്തും പാലിക്കാമെന്ന നിബന്ധനയോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറെ റൂമുകൾ അദ്ദേഹത്തിന് കാലി റൂമുകളുണ്ട്. എന്നിട്ട് പറഞ്ഞു തൊഴിലാളിയായ അടിമയോട്, നിനക്ക് വേണ്ട റൂം നീ സെലക്ട് ചെയ്തെടുത്തോ മോനെ. അതേ ഖറാബായ ഒരു റൂം, ആരും കേറി താമസിക്കാത്ത പഴകിയ ഒരു റൂം, ആ റൂമാണ് അടിമ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തത്. എനിക്കാ കാണുന്ന റൂം മതി, അവിടെ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല, ആരും താമസിക്കാത്ത റൂമാണ് എനിക്ക് വേണ്ടത്, താമസിക്കാൻ നല്ലത് അവിടെയാണ്. ആ റൂമിലേക്ക് അങ്ങ് കയറിയിട്ട് താമസം തുടങ്ങി. സുബ്ഹാനല്ലാഹ്, പകല് സമയം തോട്ടം നനക്കുന്ന, തോട്ടത്തിലെ പുല്ല് പറിക്കുന്ന, തോട്ടത്തിലെ വളകളൊക്കെ നന്നാക്കി നോക്കുന്ന നല്ല ജോലിയും യജമാനൻ കൊടുത്തു. വാങ്ക് വിളി കേട്ടാൽ പണി ഉടനെ തന്നെ നിർത്തിയിട്ട് നിസ്കരിക്കാൻ പോകുന്നു. 5 വക്ത് നിസ്കാരത്തിനും പള്ളിയിലെത്തുന്ന അടിമ രാത്രി സമയത്ത് പണിയേൽപ്പിക്കരുത് എന്ന് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, യജമാനൻ നല്ല സമ്പന്നനാണ്. അദ്ദേഹം തന്റെ മറ്റുള്ള അടിമകളോടൊപ്പം അതേ ഒരു ദിവസം രാത്രി നല്ല കള്ളും കുടിച്ച് കൂത്താടി രസിക്കുന്ന സമയം രാത്രി പകുതിയായപ്പോ കൂടെ കളിക്കാനുണ്ടായിരുന്ന മറ്റു ആളുകളൊക്കെ പോയപ്പോ യജമാനൻ ഒറ്റക്കൊന്ന് വീട്ടിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് തന്റെ ഈ അടിമ താമസിക്കുന്ന റൂമില്ലേ, കളിയിലൊന്നും ഏർപ്പെടാതെ രാത്രി എനിക്ക് ജോലി തരരുത് എന്ന് പറഞ്ഞ അടിമയില്ലേ, ആ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു പ്രകാശം, ഒരു വിളക്കിങ്ങനെ ആകാശ ലോകത്തേക്ക് നീണ്ടു കിടക്കുന്നത് കണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, യജമാനൻ പേടിച്ച് വിറച്ചുപോയി. ബാക്കിയുള്ള ആളുകളൊക്കെ പോയി. പക്ഷേ ഈ അടിമ താമസിക്കുന്ന മുറിയിൽ നിന്ന് വല്ലാത്തൊരു നൂറ് മുകൾ ഭാഗത്തേക്ക് അങ്ങനെ അടിച്ചു വീശുന്നു. പതുക്കെ പോയി മുറിയിലേക്ക് എത്തി നോക്കുമ്പോ ആ അടിമ സുജൂദിലാണ്. സുജൂദിൽ അടിമ പറയുന്നത് എന്താണെന്നറിയുമോ? റബ്ബേ, പകല് സമയം എന്റെ യജമാനന് ഞാൻ തൊഴിലെടുക്കേണ്ടി വന്നത് കൊണ്ട് ഇതുപോലെ പകലിൽ നിന്നിലേക്ക് സുജൂദ് ചെയ്യാനും നെറ്റി വെച്ചുകൊണ്ട് എന്റെ ആവലാദികൾ നിന്നോട് പറയാനും നിനക്ക് ശുക്ർ ചെയ്യാനും എനിക്ക് പൂർണ്ണ നേരം കിട്ടാറില്ല. രാത്രിയല്ലേ അല്ലാഹുവേ എനിക്ക് നേരം കിട്ടിയത്, അതുകൊണ്ട് അല്ലാ പകലിൽ ഇങ്ങനെ ചെയ്യാനും ഇങ്ങനെ സുജൂദ് ചെയ്യാനും നേരം കിട്ടാത്തതിന് നീ എന്നെ ശിക്ഷിക്കരുത് അല്ലാ. നീ എന്റെ കാരണം സ്വീകരിക്കണേ അല്ലാ. എന്റെ യജമാനൻ പകലിൽ എനിക്ക് ഖിദ്മത്ത് തന്നില്ലെങ്കിൽ നിന്റെ ഖിദ്മത്തിലായിട്ട് പകല് മുഴുവനും ഞാൻ കഴിച്ചു കൂട്ടുമായിരുന്നു. യജമാനൻ നീ ദുആ കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. വാതിൽ പൊളിയിലൂടെ അയാൾ അങ്ങനെ നോക്കി നിന്നു. ഫജ്ർ ഉദിക്കുന്നത് വരെ ആ വെളിച്ചമങ്ങനെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഫജ്ർ അങ്ങോട്ട് ഉദിക്കുന്ന നേരത്ത് ചെറുപ്പക്കാരൻ അത്തഹിയ്യാത്തിലിരുന്ന് ആ അടിമ സലാം വീട്ടി അല്ലാഹുവിനോട് ദുആയും പൂർത്തിയാക്കിയപ്പോ യജമാനൻ റൂമിന്റെ ഭാഗത്തിന് ഇങ്ങോട്ട് വന്നു.
പിറ്റത്തെ ദിവസം ഈ സംഭവം ഭാര്യയോട് പറഞ്ഞു. യജമാനനും ഭാര്യയും ഒരുമിച്ച് വന്നു നോക്കുമ്പോ രണ്ടുപേരും തലേ ദിവസം യജമാനൻ കണ്ട അതേ പ്രകാശം, വാനലോകത്തേക്ക് ഇങ്ങനെ ഒരു പ്രകാശം ഈ അടിമയുടെ മുറിയിൽ നിന്ന് ഉദിച്ചുയർന്നു പോകുന്നത് രണ്ടുപേരും കണ്ടു. ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, ഈ അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, നല്ല ഒരു അടിമയാണ്, അടിമനെ ഇബാദത്തിന്റെ മാർഗത്തിൽ വിട്ടേക്കാം. മൂന്നാമത്തെ ദിവസം രണ്ടുപേരും അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ മോചിപ്പിച്ചു, നീ സ്വതന്ത്രനായിട്ട് ജീവിച്ചോ. പകല് സമയം എന്റെ ഖിദ്മത്ത് കൊണ്ട് അള്ളാഹ്ക്ക് ഖിദ്മത്ത് എടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ ആ പകല് സമയം കൂടി ഇബാദത്തിന് വേണ്ടി നിന്നെ ഞാൻ ഒഴിവാക്കി തരുന്നു. അതേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുറിയിലേക്ക് ആരും വരരുത്, എന്റെ റൂമിലേക്ക് ആരും നോക്കരുത് എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അടിമ പറഞ്ഞു, അല്ലാ, എന്റെ രഹസ്യം ഇവര് കണ്ടെങ്കിൽ ഇനി എനിക്ക് ദുനിയാവില് ജീവിതം വേണ്ട അല്ലാ, ആരും അത് കാണരുത്, ആരും അത് അറിയരുത് എന്നല്ലേ ഞാൻ ആഗ്രഹിച്ചത്, ഇവര് കണ്ടുപോയല്ലോ അല്ലാ. നീ എന്റെ ഇബാദത്ത് സ്വീകരിച്ചവനാണെങ്കിൽ നിന്നിലേക്ക് എന്നെ മടക്കണേ അല്ലാ. ആ രാജാ മുതലാളിയുടെ മുന്നിൽ വെച്ച് അടിമയതാ തായോട്ട് ബോധം കെട്ട് വീഴുകയും കുറച്ചു നേരം കഴിഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. രാത്രി സമയം ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ച അടിമകൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ്. മുഴുവനും കഴിയില്ലെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, സുബിഹിന്റെ അല്പം മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് പതിവാക്കിക്കോളൂ. പ്രായം കൂടുതലാകാൻ കാത്തിരിക്കണ്ട, യുവത്വ കാലത്താണ് നല്ലത്. നരകമോചനം പറഞ്ഞപ്പോ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. പിന്നത് മരണം വരെ വിട്ടിട്ടില്ല. നല്ല ഇബാദത്തുകളിലൂടെ നമ്മുടെ ഈമാനിനെ ബലപ്പെടുത്തി നല്ല കരുത്തുറ്റ ഈമാന് ആർജിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിടവാങ്ങണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.